മാന്ത്രിക ഉദ്യാനം. പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ ലില്ലി എന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. വർണ്ണാഭമായ പൂക്കളും മുഴങ്ങുന്ന തേനീച്ചകളും നിറഞ്ഞ മുത്തശ്ശിയുടെ മനോഹരമായ പൂന്തോട്ടത്തിൽ സമയം ചെലവഴിക്കാൻ ലില്ലിക്ക് ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ലില്ലിയുടെ മുത്തശ്ശി അവൾക്ക് ഒരു പ്രത്യേക ജോലി നൽകി. ലില്ലി, അവൾ പറഞ്ഞു, ഞാൻ ഒരാഴ്ചത്തേക്ക് പോകുന്നു. ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്റെ തോട്ടം പരിപാലിക്കാമോ? ലില്ലി ആവേശഭരിതനായി, തന്നാൽ കഴിയുന്നത് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും സുഹൃത്തുക്കളോടൊപ്പം കളിച്ചും ടിവി കാണലും ലില്ലി ശ്രദ്ധ തെറ്റി. ചെടികൾ നനക്കാനും കള പറിക്കാനും അവൾ മറന്നു. അവളുടെ മുത്തശ്ശി മടങ്ങിയെത്തിയപ്പോൾ പൂന്തോട്ടം സങ്കടകരവും തൂങ്ങിക്കിടക്കുന്നതുമായി കാണപ്പെട്ടു. പൂക്കൾ വാടിപ്പോകുന്നു, എല്ലായിടത്തും കളകൾ. ലില്ലിക്ക് ഭയങ്കരമായി തോന്നി. താൻ പൂന്തോട്ടം നന്നായി പരിപാലിക്കുന്നില്ലെന്ന് മുത്തശ്ശിയോട് സമ്മതിച്ചു. ദേഷ്യപ്പെടുന്നതിനു പകരം അവളുടെ മുത്തശ്ശി മൃദുവായി പുഞ്ചിരിച്ചു. ലില്ലി, നമുക്ക് ഒരുമിച്ച് പൂന്തോട്ടത്തെ ജീവസുറ്റതാക്കാൻ ശ്രമിക്കാം. നമ്മുടെ തെറ്റുകൾ തിരുത്താൻ ഒരിക്കലും വൈകില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ലില്ലിയും മുത്തശ്ശിയും കഠിനാധ്വാനം ചെയ്തു. അവർ ചെടികൾ നനച്ചു, കളകൾ പറിച്ചെടുത്തു, പൂന്തോട്ടത്തിന് വളരെയധികം സ്നേഹവും പരിചരണവും നൽകി. സാവധാനത്തിൽ പക്ഷേ ഉറപ്പായും പൂക്കൾ വിരിയാൻ തുടങ്ങി. പൂന്തോട്ടം വീണ്ടും മനോഹരമായി കാണാൻ തുടങ്ങി. ലില്ലി ഒരു പ്രധാന പാഠം പഠിച്ചു. എന്തെങ്കിലും പരിപാലിക്കുന്നതിന് ഉത്തരവാദിത്തവും കഠിനാധ്വാനവും അർപ്പണബോധവും ആവശ്യമാണെന്ന് അവൾ മനസ്സിലാക്കി. അന്നുമുതൽ ലില്ലി എല്ലായ്പ്പോഴും പൂന്തോട്ടത്തിൽ സഹായിക്കാൻ സമയം കണ്ടെത്തി. അത് മുമ്പത്തേക്കാൾ മനോഹരമായി. പൂന്തോട്ടം ഒരു പ്രത്യേക സ്ഥലമായി മാറി. അവിടെ ലില്ലിയും അവളുടെ മുത്തശ്ശിയും നിരവധി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിട്ടു. ഒപ്പം ലില്ലി അവൾ പഠിച്ച പാഠങ്ങൾ ജീവിതത്തിലുടനീളം വഹിച്ചു. ഈ കഥ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഉത്തരവാദിത്തം, വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന്റെ പ്രാധാന്യം, അവഗണനയുടെ അനന്തരഫലങ്ങൾ, കഠിനാധ്വാനത്തിന്റെ മൂല്യം, രണ്ടാമത്തെ അവസരങ്ങളുടെ ശക്തി, ജീവജാലങ്ങളെ പരിപാലിക്കുന്നതിന്റെ സന്തോഷം.